സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മലയാളിയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരിൽ മനസ്സിൽ ചേർത്തിട്ടുള്ള തൃശ്ശൂർക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ ചേട്ടനാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഔസേപ്പച്ചൻ കൈ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യത്തിൽ നേരെ തിരിച്ചാണ് വിചാരിച്ചിരുന്നത്. ഔസേപ്പച്ചേട്ടൻ്റെ സംഗീതം കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ വരി എഴുതി ചേർക്കാൻ പോകുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പുള്ളി തിരിച്ചു പറഞ്ഞു. പക്ഷേ നമുക്കതിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വരികൾ എഴുതിയിട്ടുള്ളത്, ഈ ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ ഇടവക കൂടിയായ പ്രിയപ്പെട്ട റോസി ടീച്ചറാണ്. ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണ്. എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടതിന് ശേഷവും കേട്ടതിന് ശേഷം ആണ് പറയേണ്ടത്. എന്തായാലും ഈ ചടങ്ങിന് എത്തിയിട്ടുള്ള നമ്മുടെ ഈ പ്രിയങ്കരനായ അതുപോലെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഇത് പാട്ട് നമ്മളിപ്പോൾ മനോരമ മ്യൂസിക് ത്രൂ ആണ് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് മീഡിയ സപ്പോർട്ട് ഇല്ലാതെ ഒരു സംഭവം മുന്നിലേക്ക് പോകില്ല. മനോരമ മ്യൂസിക്കിൻ്റെ ക്രിസ്ത്യൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ വീഡിയോ വിഷ്വൽ ചെയ്ത പ്രിയപ്പെട്ട അലൻ സിബിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതിൻ്റെ ക്യാമറ ഡ്രോൺ വിഭാഗം കൈകാര്യം ചെയ്ത ശ്രീ വരുണിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിതിൽ പ്രധാന ഗായകൻ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോഗ്രാം അസൗകര്യം കാരണം വന്നിട്ടില്ല. നമ്മൾ ഹോസ്പിറ്റലൈസ്ഡാണ്. അതുകൊണ്ട് അതിൻ്റെ നമ്മളുടെ ഈ പാട്ട് പാടിയിട്ടുള്ളത് അമൽ എന്ന് പറയുന്ന പുതിയ അമൽ ആന്റണി എന്ന് പറയുന്ന യുവക അഭിനയിച്ചിട്ടുള്ളതാണ്. ഔസേപ്പച്ചേട്ടൻ്റെ പേരക്കുട്ടിയാണ്. താഷയ്ക്ക് ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യും. ഞാൻ സ്വാഗതം നിരൂപിക്കുന്നില്ല. നമ്മുടെ ഈ സംഗീതത്തെക്കുറിച്ച്, ഈ ആൽബത്തിനെ കുറിച്ച്, ഈ പാട്ടിനെ കുറിച്ച് രണ്ടു പേർക്ക് പറയാനായിട്ട് പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ സാറിനെ കൂടെ വളരെ ഷോർട്ടായി പറയാം. എല്ലാ വിശ്വാസികൾക്കും എൻ്റെ സ്നേഹമുള്ള നമസ്കാരം. ബഹുമാനപ്പെട്ട ടോണി പിതാവ്, എല്ലാവർക്കും വികാരിയച്ഛൻ, എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരു ദിവസം ജോൺ എന്നെ വിളിക്കുന്നു. ജോൺ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ വല്ല പിരിവിനൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ എന്നിട്ട് എന്ത് പറയണമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു 3-4 പേരുണ്ടാവും. അപ്പോൾ ടെൻഷനായി. അങ്ങനെ സമയം ഫിക്സ് ചെയ്തു, വന്നു. അപ്പോൾ വന്നിട്ട് അപ്പോൾ കയ്യിൽ മറ്റേതൊന്നുമില്ല, റെസീറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിരിവിനെല്ലാം മനസ്സിലാക്കി. പിന്നെ ഇരുന്നിട്ട് പതുക്കെ അവതരിപ്പിച്ചു. പുത്തമ്പള്ളിയുടെ 100ാം വാർഷികം, 100th ഇയർ. അത് പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, വരികൾ എഴുതി കൊണ്ടുപോകാം. അതാണ് ഒരു വലിയ കൊടുക്കായത്. വരികൾ റെഡിയാണ്. അപ്പോൾ ഞാനത് എനിക്കവർ തരുന്നതിന് മുമ്പ് സാധാരണ ഇന്നത്തെ ഒരു വരി നോക്കിയപ്പോൾ സാധാരണ ഒരു പാട്ട് ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു റിക്വസ്റ്റുകൾ വെച്ചിരിക്കുന്നത് ഇതൊരു സെലിബ്രേഷൻ മൂഡാണ്. ഒരു ഡിവോഷണൽ സോങ് ആണെങ്കിൽ നമ്മൾ ആ ഭക്തി കലർന്ന ഒരു സംഗീതം ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ ഭക്തിയും വേണം, എന്നാലൊപ്പം അവിടെയാണ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പും ഞാൻ ഈ ഡിവോഷണൽ സോങ്സ് ചെയ്യുമ്പോൾ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഞാൻ ഒന്ന് മേലോട്ട് നോക്കും, ഐ ഡോണ്ട് നോ. ശൂന്യ സാധാരണ പറയും,
അപ്പോൾ അവൻ്റെ കൂടെ കൊച്ചുമോൾ കയറിയെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇവൾ ഇതിലൊരു ഭാഗമാണ്. ഇതിലൊരു ചെറിയൊരു വരിയൊക്കെ അവൾ പാടിയിട്ടുണ്ട്, മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ അവൾ വിഷ്വലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് വികാരിച്ചെടുത്ത് പറയണം, വികാരിച്ചൻ്റെ ഇതിലത്തെ ഇടപെടൽ ഗംഭീര ഇടപെടലായിരുന്നു. എന്താണെന്നറിയോ, ഇതാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഞാൻ പറയാം. ഒരു ഇടപെടലും ക്രിയേഷനിൽ ഉണ്ടാക്കിയിട്ടില്ല. ഫുൾ ഫ്രീഡം ഞങ്ങൾക്ക് തന്നു. അതാണ് ഇടപെടൽ, ഏറ്റവും വലിയ ഇടപെടൽ. അല്ലെങ്കിൽ ഒരു സാധനം ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നിങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അല്ല, ഓരോരുത്തർക്കും ഓരോ ചിന്തകളല്ലേ. പക്ഷെ അത് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അവർ ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം വികാരിച്ചൻ കാണിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനോടും ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, പേഴ്സണലി ഇഷ്ടപ്പെട്ട ടോണി പിതാവിനോടും ബാക്കി വന്ന നിങ്ങളെല്ലാവരോടും എൻ്റെ സ്നേഹം പങ്കിട്ടുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു വാക്ക് സംസാരിച്ചുകൊണ്ട് ഔപചാരികമായ റിലീസിംഗ് നിർവഹിക്കാനായിട്ട് ജനറൽ കൺവീനർ ടി കെ അന്തോണി കുട്ടിയേട്ടൻ ടോണി പിതാവിന് ലോഗോ കൈമാറി. പിതാവിന് അഭിസംബോധന ഒഴിവാക്കുകയാണ്. കാരണം ഇത് കാണുമ്പോൾ ഒരു കുടുംബമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു സംഗീതത്തിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഹൃദയ അടുപ്പം ഇഴചേരലൊക്കെ സംഭവിക്കും എന്നതിൻ്റെ ഒരു അടയാളമാണ്. ഈ ഒരു സംഗീതം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ നാൾവഴികളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിലൊരു ദൈവപരിപാലനയുണ്ട് എന്നും തിരിച്ചറിഞ്ഞു. നമ്മൾ ആകാശത്തേക്ക് ശൂന്യതയിൽ നോക്കുമ്പോഴാണ് ദൈവം അവിടെ ഇടപെടുക. നമ്മൾ കൂടുതൽ ഇടപെടാൻ പോകുമ്പോഴാണ് തമ്പുരാൻ ഒരു സ്പേസ് കിട്ടാതെ വരിക. അപ്പോൾ ദൈവത്തിന് ശരിയാവുന്നത്. ഈ റോസി തമ്പിയുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. റോസി ടീച്ചറിൻ്റെ ഈ ജീൻ തപ്പിപ്പോവുകയാണെങ്കിൽ കുണ്ടുകുളം പിതാവിൻ്റെ കാലഘട്ടത്തിൽ KCYM CLC പ്രവർത്തനങ്ങളും നോക്കിയാൽ അതിലും ജീൻ കിടപ്പുണ്ട്. അപ്പം നല്ല CLC ആണെങ്കിൽ പറയും വേണ്ട, മാതാവിൻ്റെ ഭക്തസംഘടനയാണ്. അപ്പോൾ CLCയിലൂടെ വന്ന ആ ഒരു ഈ ആത്മീയതയ്ക്ക് അങ്ങനെ ചെയ്തതായി പ്രഖ്യാപിക്കും. ഫോമൽ റിലീസിങ് ലോഗോ പ്രതീകാത്മകമായിട്ട് തുറന്നുകൊണ്ട് നിർവഹിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഗാനം ഇവിടെ സ്ക്രീനിൽ ദർശിക്കാം. എല്ലാവരും താഴേക്ക് ഇറങ്ങി നിന്നാൽ. പിന്നെ ഇത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതും വളരെ ഭംഗിയായിട്ട് എന്ന് ഞാൻ നിങ്ങൾക്കത് മിസ്റ്റർ അലൻ അത് വളരെ ഭംഗിയായിട്ട് ഈ പറഞ്ഞ